സൈജു കുറുപ്പ് ജീവിക്കുകയാണ്, അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. പിന്നെ ഡയറക്ടർ സാറിന്റെ ചിരി പോലെ തന്നെയാണ് പടവും. വൻ വിജയമാണ്. നല്ല ഒരു കാണേണ്ട മൂവിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു തവണ കാണേണ്ട മൂവിയാണ്. അതെ അതെ, ഫാമിലി മൂവി തന്നെയാണ്. പർട്ടിക്കുലർലി ഫാമിലി മൂവിയാണ്. നമ്മുടെ സുരേഷ് കൃഷ്ണനും സൈജു കുറുപ്പും ഒന്നിച്ച ഒരു കോമഡി, ഒരു ത്രില്ലർ പടമാണ്. കോമഡിയാണ്, മൊത്തം കോമഡിയാണ്. ഒരു കുറച്ച് നേരം പടമാണെങ്കിൽ 2.5 മണിക്കൂർ ഉണ്ടാവില്ല എന്നുണ്ടല്ലേ, 1.5 മണിക്കൂർ ഇരുന്ന് ഒരു ചിരിക്കാനാണ് ഒരു ഇതുണ്ട്. രണ്ടുപേരും നല്ല കോമഡിയാണ്. പടം നല്ല പടം, രസമുള്ള ഒരു സബ്ജക്റ്റാണ്, നമ്മളറിയാത്തൊരു സബ്ജക്റ്റാണ്. ഈ ജുഡീഷ്യറിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സില്ലേ, കലക്ടർ, ജഡ്ജസ് എന്നൊക്കെ പറയുന്നത്, അവർക്ക് അവരുടെ കൂടെ ഒരു പേഴ്സണൽ സ്റ്റാഫ്, ഓർഡർലിയൊക്കെ പറയുന്ന ആൾ ഫ്ലാസ്ക് എന്ന് വിളിക്കുക. നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പോലീസുകാരൻ്റെ ഒരു പോലീസുകാരൻ്റെ ഒരു അവസ്ഥ വളരെ നന്നായി കാണിച്ചിട്ടുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നി. കാരണം സുരേഷ് ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്, അത് ഭയങ്കര ഡിഫറൻ്റായി തോന്നി. വളരെ നന്നായി ചെയ്തു. എല്ലാവരും നന്നായി വരിക്കും. സൈജു കുറുപ്പ്, അശ്വതി, സിദ്ധാർത്ഥ് ഭരതൻ, എല്ലാവരും നല്ല പെർഫോമൻസാണ്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ വളരെ നന്നായി ആ ഒരു ആക്ഷൻ സീനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ നന്നായി തോന്നി. നല്ല സിനിമ. കഷ്ടപ്പാടും കൂട്ടും മാവോയിസ്റ്റിൻ്റെ കഥയാസ്പദമാക്കി എടുത്താണ്. അടിപൊളി ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പോകാം. എന്ന് പറഞ്ഞ സൈജു കുറുപ്പ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് തോന്നി. ആക്ച്വലി എല്ലാവരും പോയി കാണണം കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ എന്താണ് പുതിയൊരു രീതിയിലുള്ളൊരു ഇതാണ്. നമ്മുടെ ഡയറക്ടറിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ്. ഇനി ഇതേപോലെ പുതിയ സിനിമ ഉണ്ടാവുമല്ലോ. ഈ ഫ്ലാസ്ക് എന്ന പേര് സിനിമയുടെ എത്രത്തോളം കണക്റ്റഡ് ആണ്? ആക്ച്വലി ഇത് റിയൽ ലൈഫ് കണക്റ്റഡ് ആയിട്ടുള്ളതല്ലേ. ഇനി ഫ്ലാസ്ക് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് നോർമൽ പീപ്പിളിന് അറിയാത്തതുകൊണ്ടല്ലേ. അപ്പം അങ്ങനെ ഇതേപോലെ ഫ്ലാസ്കുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ ആലോചിക്കും. ആക്ച്വലി റിയൽ ലൈഫിൽ ഓരോരോ കഥാപാത്രങ്ങളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് സിനിമകൾ എടുക്കുമ്പം അതിൻ്റെ റിയാലിറ്റി കുറച്ചും കൂടെ കൂടുമല്ലോ. സിനിമയ്ക്ക് എപ്പോഴും ഇങ്ങനെയുള്ള പുതിയ ഓരോരോ ക്യാരക്ടേഴ്സിനെ തേടിയെടുത്ത് സിനിമയാക്കുമ്പോഴാണല്ലോ അത് അടിപൊളിയാവുന്നത്. ആക്ച്വലി ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത് ഫ്ലാസ്ക് ഇങ്ങനൊരു ഇതുണ്ടെന്ന് പോലും. ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്.